ഹൈ സ്റ്റുഡൻസ്, സയൻസ് അക്കാഡമിയുടെ +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡയമെൻഷണൽ അനാലിസിസ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മളിന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ തന്നിരുന്നു. എനിക്കൊന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റാവുന്ന 2 പ്രോബ്ലംസ് അല്ലേ, നമ്മൾ ഒരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു നോളജിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ഹോംവർക്ക് പ്രോബ്ലംസ് തന്നിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടും ഇനി ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് സെയിം ടോപ്പിക്ക്, ലാസ്റ്റ് ക്ലാസ്സിൻ്റെ സെയിം ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ അതിൽ പറഞ്ഞിരുന്ന 3 അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊരു അപ്ലിക്കേഷനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നിരിക്കുന്ന ഹോംവർക്കും പുതിയ അപ്ലിക്കേഷൻ്റെ എക്സ്പ്ലനേഷനും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അഗെയിൻ അവർ ടോപ്പിക് ഈസ് ഡയമെൻഷണൽ അനാലിസിസ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്ക് മുമ്പ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ തന്നിരിക്കുന്ന ആ ഒരു ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സോ ടു ദ ആൻസേഴ്സ് ഓഫ് ഹോംവർക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ, യൂസിങ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ 2 ഹോംവർക്ക് തന്നിരുന്നു. അതിലൊരു ഇക്വേഷൻ s=ut + ½ at², അനദർ ഇക്വേഷൻ v² = u² + 2as. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ s=ut + ½ at² എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എസിൻ്റെ ഡയമെൻഷനും യുടിയുടെ ഡയമെൻഷനും ½ at² ഡയമെൻഷനൊക്കെ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡയമെൻഷൻ ഓഫ് എസ് കാണാണ്. എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ഡയമെൻഷന് സിമിലർ ആണ്. സോ ഡയമെൻഷൻ ഓഫ് എസ് ഈസ് m⁻⁴ l⁻⁴ t⁻⁴. ദറ്റ് ഈസ് l⁻⁴ എന്ന് എഴുതിയാലും മതി, സിമ്പിളി. നെക്സ്റ്റ് യുടിയുടെ ഡയമെൻഷൻ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ടി ഈസ് ദ ടൈം. സോ ഡയമെൻഷണൽ ഫോർമുല ഓഫ് യു, ദറ്റ് ഈസ് വെലോസിറ്റിയിലെ m⁻⁴ l⁻⁴ t⁻⁻1 ഇൻറ്റു നെക്സ്റ്റ് ടൈം കൂടി ഉണ്ട് ടി, ടിയുടെ എന്ത് വരും t⁻⁴. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ യുടിയുടെ ഡയമെൻഷൻ m⁻⁴ l⁻⁴ t⁻⁻1ഉം +1 കൂടി കട്ടായി പോയി t⁻⁴ എന്നായി. സോ ഡയമെൻഷൻ ഓഫ് എസും ഡയമെൻഷൻ ഓഫ് യുടിയും എന്തായി സെയിം ആയിട്ടുണ്ട്. നൗ നമുക്ക് ½ at²ൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹാഫ് വേണ്ട, നമ്പേഴ്സിനൊന്നും ഡയമെൻഷൻ ഇല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കേട്ടോ. നമ്പേഴ്സ് ചില ഡയമെൻഷണൽ ലെസ് കോൺസ്റ്റൻറ്റുകളുണ്ട്, അവരെ നോൺ ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് എന്നൊക്കെ വിളിക്കും നമ്മൾ. അവർക്കൊന്നും ഡയമെൻഷൻസ് ഇല്ല, നമ്പറുകൾക്കൊന്നും ഡയമെൻഷൻസ് ഇല്ല. അപ്പോൾ ഹാഫ് ഒരു നമ്പറാണ്, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ at² മാത്രം എടുക്കുക. എ എന്ന് പറയുന്നത് ആരാ, ആക്സലറേഷനാണ്. ടി എന്ന് പറയുന്നത് ടൈമാണ്. ആക്സലറേഷൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്താ, m⁻⁴ l⁻⁴ t⁻⁻2. ഇനി നമുക്ക് ടിയുടെ ഡയമെൻഷൻ, ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്, t² എന്നുള്ളതുകൊണ്ട് t² എന്ന് എഴുതണം. അപ്പോൾ മൊത്തം m⁻⁴ l⁻⁴ t⁻⁻2 ഇൻറ്റു t². So final answer is m⁻⁴ l⁻⁴ t⁻⁴. So dimension of S, dimension of ut and dimension of ½ at² all are equal. Therefore the above equation is dimensionally correct. Okay അല്ലേ, എസിൻ്റെ ഡയമെൻഷനും യുടിയുടെ ഡയമെൻഷനും ½ at²ൻ്റെ ഡയമെൻഷനും എന്താണ്, m⁻⁴ l⁻⁴ t⁻⁴ ആണ്. So the above equation is dimensionally correct. Okay, അപ്പോൾ അത് ഡയമെൻഷനലി കറക്റ്റ് ആവണുള്ളൂ, മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി ഇൻകറക്റ്റ് ആവാതിരിക്കാം. മാത്തമാറ്റിക്കലി ഇൻകറക്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, മാത്തമാറ്റിക്കലി റൈറ്റ് ആവാം, മാത്തമാറ്റിക്കലി റോങ് ആവാം കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി എന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ. അതായത് ചിലപ്പോൾ മാത്തമാറ്റിക്കലി കറക്റ്റും ചിലപ്പോൾ മാത്തമാറ്റിക്കലി റോങ് ആവാം. ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമേ നമുക്ക് ഈ ഒരു ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അതായത് എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളതിന് പകരം ഹാഫിന് പകരം വേറെ നമ്പർ ആണെങ്കിലും നമ്മുടെ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും അല്ലേ? കാരണം ഹാഫ് എന്നുള്ള നമ്പർ നമ്മൾ ഡയമെൻഷനൽ എടുക്കാതെ കളഞ്ഞ പോലെ ഹാഫിന് പകരം ഇപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളതിന് പകരം എസ് ഈക്വൽ ടു യു ടി പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതിയാലും ഈ ആൻസർ ഇങ്ങനെ തന്നെ കിടക്കും. കാരണം 2 ആണെങ്കിലും ഹാഫ് ആണെങ്കിലും അവരൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. കാരണം അവർക്കൊന്നും ഇതില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഹാഫിന് പകരം വേറെ ഏത് നമ്പർ വന്നാലും ദാറ്റ് equation will satisfy the dimensional correctness, but it does not satisfy the mathematical correctness. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാര്യം പറഞ്ഞിരുന്നു, ഡയമെൻഷണൽ കറക്റ്റ്നെസ് എന്താ മാത്തമാറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ടും ഒന്നും മാച്ച് ആവണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? നീഡ് നോട്ട് ബി മാത്തമാറ്റിക്കലി റൈറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഡയമെൻഷണൽ കറക്റ്റ്നെസ് നീഡ് നോട്ട് ബി മാത്തമാറ്റിക്കലി റൈറ്റ് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ശരിയല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഹോംവർക്ക് എന്തായിരുന്നു? 2 നമ്പർ 2 വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അഗെയിൻ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്ക് വി സ്ക്വയറിൻ്റെ കാണണം, യു സ്ക്വയറിൻ്റെ ഡയമെൻഷൻ കാണണം, 2asൻ്റെ ഡയമെൻഷൻ കാണണം. ഇതൊക്കെ കണ്ടതിന് ശേഷം അവരുടെയൊക്കെ ഡയമെൻഷൻസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് ആദ്യം വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ നോക്കാം. എന്താ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ? അപ്പോൾ വിയുടെ ഡയമെൻഷൻ എടുത്തിട്ട് സ്ക്വയർ ചെയ്യണം കേട്ടോ. വിയുടെ ഡയമെൻഷൻ എടുത്തിട്ട് സ്ക്വയർ ചെയ്യണം. സോ വിയുടെ ഡയമെൻഷൻ എന്താ? m⁻⁴, l⁻⁴, t⁻⁻1. m⁻⁴, l⁻⁴, t⁻⁻1. അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുക. ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? m⁻⁴, l², t⁻⁻2. എമ്മിൻ്റെ പവർ 0 തന്നെയാണ്, പക്ഷേ l⁻⁴ ഹോൾ സ്ക്വയർ എന്ന് പുറത്തെടുക്കുന്ന കാരണം l² എന്നോ, t⁻⁻1 ഹോൾ സ്ക്വയർ എന്ന് എടുക്കുന്ന കാരണം t⁻⁻2 എന്നാവും. ഓക്കെ. ഇനി യു സ്ക്വയർ, അഗെയിൻ യു സ്ക്വയർ എന്ത് തന്നെയാണ്? വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ തന്നെ വരാം m⁻⁴, l⁻⁴, t⁻⁻1 ഹോൾ സ്ക്വയർ. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ m⁻⁴, l², t⁻⁻2. ഓക്കെ. ദെൻ ഫൈനലി 2asൻ്റെ ഡയമെൻഷൻ നമുക്ക് നോക്കണം. അപ്പോൾ 2നെ കളയാം. 2 വേണ്ടല്ലോ, ഡയമെൻഷനിലല്ലോ അതിന്. 2നെ കളയാം. ബാക്കി എയുടെ ഡയമെൻഷൻ എന്താണ്? m⁻⁴, l⁻⁴, t⁻⁻2. അഗെയിൻ എസ് ഉണ്ട്, എസിൻ്റെ ഡയമെൻഷൻ എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ആയിട്ടുള്ള l⁻⁴ വരും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m⁻⁴, l², t⁻⁻2. സോ വി സ്ക്വയറിൻ്റെ ഡയമെൻഷനും യു സ്ക്വയറിൻ്റെ ഡയമെൻഷനും 2asൻ്റെ ഡയമെൻഷനും എന്തായി? ഈക്വലായി. ദെയർഫോർ ദ അബോവ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അപ്പോൾ ഹോംവർക്കായിട്ട് തന്ന രണ്ട് പ്രോബ്ലത്തിൻ്റെയും ആൻസർ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടെണ്ണം എന്ത് തന്നെയാണ്? ഡയമെൻഷനലി കറക്റ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയിരിക്കുന്നു. നമ്മൾ ഇനിയും ഇതിൽ വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പിക് ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട്, അതായത് ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനിയും വെറൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള സെക്ഷനുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തേക്കണേ. നമുക്കിനി ഇത്രയും കൂടി അതിൻ്റെ ഹയർ ഓർഡർ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, വർക്കൗട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറയാം. സോ ഇന്ന് നമ്മൾ ഹോംവർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ്. സെക്കൻഡ് ആപ്ലിക്കേഷൻ. എന്താണ് സെക്കൻഡ് ആപ്ലിക്കേഷൻ? ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ. സോ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ പഠിച്ചിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവർ തമ്മിലുള്ളൊരു റിലേഷൻ വേണമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്തുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് ആര് ഹെൽപ്ഫുള്ളാണ്? ഡയമെൻഷണൽ അനാലിസിസ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു കേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇതിൻ്റെ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷനൊക്കെ ഡയറക്റ്റ് ഫ്രം ദ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലംസിലേക്ക് കിടക്കണം.
ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പോലെ പറയാണ്. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു റിലേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ഓഫ് എ സിമ്പിൾ പെൻഡുലം. അപ്പോൾ നമ്മൾ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ഓഫ് സിമ്പിൾ പെൻഡുലം. Suppose the time period depends on mass of the bob, length of the pendulum, and acceleration due to gravity. അതായത് ഒരു സിമ്പിൾ പെൻഡുലം, അതിൻ്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബേസിക് നോളജ് എങ്കിലും ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. സപ്പോസ് ദ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോബ്. അപ്പോൾ വിചാരിക്കും നമുക്ക് ആരൊക്കെ എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു അറിയില്ല, നമുക്കതൊക്കെയാണ് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യണത്, അതിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യണത് മാസിനെയാണെന്ന് വിചാരിക്കുക, ലെങ്ത്തിനാണെന്ന് വിചാരിക്കുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനാണെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാളുകളിലും എല്ലാവരും ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ക്യാപിറ്റൽ ടി ആണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. സപ്പോസ് വിചാരിക്കുക ദ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോബ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആണ്. ഒരു വലിഞ്ഞ് നീളം വയ്ക്കാത്ത ഒരു ചരടിൽ ഒരു നല്ല ഭാരമുള്ള, അതായത് ഹെവി ബോബ്, ഒരു സ്പിയറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ആ സിമ്പിൾ പെൻഡുലത്തിലുള്ള ആ ഒരു സ്പിയർ, ആ ഒരു ഗോളം, അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ആദ്യത്തെ കാര്യം പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ആ പെൻഡുലത്തിനെ ഹാങ് ചെയ്തിരിക്കുന്ന ചരടിൻ്റെ ലെങ്ത്ത്. പക്ഷേ ചരടിൻ്റെ ലെങ്ത്ത് മാത്രമല്ല എടുക്കുക, ആ സ്പിയറിൻ്റെ റേഡിയസും കൂടി എടുക്കും. അത് മൊത്തമായിട്ട് നമ്മൾ ലെങ്ത്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയും. പോരാത്തതിന് നമ്മളതിനെ എവിടെയാണോ ഹാങ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് ഗ്രാവിറ്റി, അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റി പ്രയോഗിക്കുന്ന ആക്സലറേഷൻ, അതിനും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് ഡയറക്റ്റ്ലി ആണോ, ഇൻവേഴ്സ്ലി ആണോ, എങ്ങനെയാണ്, സ്ക്വയറായിട്ടാണോ, ക്യൂബായിട്ടാണോ, സ്ക്വയർ റൂട്ടായിട്ടാണോ, ഇനി എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യണില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഡെറിവേഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരാം. ഇനി ഇതിനാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, നമുക്കറിയില്ല അതെങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എഴുതാണ് ടൈം പീരീഡ് ടി പ്രപ്പോർഷണൽ. നമുക്കറിയില്ല എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് എന്നുള്ളത്, അതുകൊണ്ട് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എഴുതണം ഡിപ്പെൻസ് ഓൺ എന്നുള്ള പറഞ്ഞേക്കണേ. ആ ഡിപ്പെൻസ് ഓൺ എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്നാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് ഈ ഡെറിവേഷനിൽ നിന്ന് കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ ടൈം പീരീഡ് ടി പ്രപ്പോർഷണൽ എം റേസ് ടു എ. കാരണം എമ്മിൻ്റെ എത്രാമത്തെ പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ സപ്പോസ് നമ്മൾ അതിൻ്റെ പവർ എന്ന് കൊടുത്തേക്കാണ് എ എന്ന് കൊടുത്തത്, എം റേസ് ടു എ. ഓക്കെ. നെക്സ്റ്റ് എൽ, ലെങ്ത്ത്. ലെങ്ത്തിൻ്റെ പവർ ബി, കാരണം ലെങ്ത്ത് എങ്ങനെയാണ് പ്രപ്പോർഷൻ എന്നറിയില്ല. സിമിലർലി ജി റേസ് ടു സി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണിത്. ടി പ്രപ്പോർഷണൽ എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി റേസ് ടു സി. ഓക്കെ അല്ലേ. പ്രപ്പോർഷണൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രപ്പോർഷണാലിറ്റി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് വരും, തീർച്ചയായിട്ടും അതിനകത്തൊരു ഈക്വൽ ടു വരും. ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം ഒരു കോൺസ്റ്റൻറ്റും കൂടി നമുക്ക് ചെയ്യണം. പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഈക്വൽ ടു മാറ്റി ഒരു കോൺസ്റ്റൻ്റ് ഇടണം അല്ലേ. അപ്പോൾ ടി ഈക്വൽ ടു എന്ത് വരും, കെ. കെ ആണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. കെ ഇൻറ്റു എം റേസ് ടു എ ഇൻറ്റു എൽ റേസ് ടു ബി ഇൻറ്റു ജി റേസ് ടു സി. ഓക്കെ. അപ്പോൾ ആൻസറിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. എന്താണ്, ടൈം പീരീഡ് പ്രപ്പോർഷണൽ എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി റേസ് ടു സി. പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഈക്വൽ ടു വരും, ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ടി ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ, എൽ റേസ് ടു ബി, ജി റേസ് ടു സി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതിയേക്കാം. ഓക്കെ. ഇനിയാണ് നമ്മളെ ഡയമെൻഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി എന്താ ചെയ്യാൻ പോണേ, ടേക്കിംഗ് ദ ഡയമെൻഷൻസ് ഓൺ
ഈച്ച് സൈഡ് ഓഫ് ദ എബോവ് ഇക്വേഷൻ. ഇക്വേഷൻ്റെ LHSലും RHSലും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുന്നത് ആരാ? T ആണ്, ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൻ്റെ ഡയമെൻഷന് സിമിലർ ആണ് അല്ലേ? ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണോ അതാണ് ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ വരിക. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടൈം? m⁻0 l⁻0 t⁻1. ദാറ്റ് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടൈം പീരീഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു k. എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പ്രത്യേകിച്ച് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റുകൾക്കൊന്നും ഒന്നും എന്നല്ല, മിക്കവാറും കേസുകളിൽ എന്തുണ്ടാവില്ല, ചിലപ്പോൾ എന്തുണ്ടാവാം, ഡയമെൻഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഡയമെൻഷൻ ഇല്ല. ഹിയർ നമുക്ക് ഡയമെൻഷൻ ഒന്നുമില്ല, കാരണം അതൊരു നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എടുക്കണ്ട. നെക്സ്റ്റ് നമുക്ക് എം എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ? മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ M തന്നെയാണ് അല്ലേ? പക്ഷേ അതിൻ്റെ പവർ എന്താ? A എന്നാണ്. അപ്പോൾ m⁻1 all⁻A എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് l⁻B ആണ് അല്ലേ? അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താ? l⁻1 all⁻B എന്ന് എഴുതുക. ഇൻറ്റു അടുത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G അല്ലേ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. അപ്പോൾ ജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? m⁻0 l⁻1 t⁻2. ഞാനിപ്പോൾ m⁻0 എന്ന് എഴുതാതിരിക്കാനുള്ള കാരണം ഓൾറെഡി ആ ഇക്വേഷൻ്റെ ഫസ്റ്റ് തന്നെ m എടുക്കണതുകൊണ്ടാണ് എഴുതാത്തത് കേട്ടോ. എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ l⁻1 t⁻2 all⁻C കൊടുക്കണം, all⁻C. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ എന്താ? ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളെ പ്രപ്പോർഷനാക്കി പവറുകളൊക്കെ നമ്മൾ വെറുതെ കൊടുത്തതാണ്. A, B, C X, Y, Z എന്നൊക്കെ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം, അതൊന്നും വിഷയമല്ല. നമ്മളെടുക്കുന്ന യൂസ് ചെയ്യുന്ന ആൽഫബറ്റുകൾ തന്നെ പവറുകളായിട്ട് എടുക്കരുത്. അതായത് ഇപ്പോൾ m⁻m അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതല്ലാത്ത ആൽഫബറ്റുകൾ നിങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ എടുത്ത് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുത്ത് കോൺസ്റ്റൻ്റ് കൊടുത്ത് പിന്നെയാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. എന്താണ് ഡയമെൻഷൻസ് എടുത്തു. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ, ഫൈനൽ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ M ഉണ്ട്, L ഉണ്ട്, പക്ഷേ L 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരൊക്കെ ഒന്ന് ക്ലബ് ചെയ്യണം, ഒരുമിപ്പിക്കണം. അങ്ങനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നെയാണ് m⁻0 l⁻0 t⁻1. ശരിയല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് എന്താകും? റൈറ്റ് ഹാൻഡ് സൈഡിൽ m⁻A എന്നുള്ളത് ഓൾറെഡി കിടക്കുന്നുണ്ട്, l⁻B കിടക്കുന്നുണ്ട്. പിന്നെ അവസാനത്തെ ഡയമെൻഷൻ നമ്മൾ എഴുതിയത് എന്താണ്? l⁻1 t⁻2 all⁻C എന്നാണ് അല്ലേ? അതിനെ C കൊണ്ട് നമ്മൾ അങ്ങോട്ട് പവറുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ l⁻C t⁻2 എന്ന് വരും അല്ലേ? എഗെയിൻ എഴുതാണ് m⁻0 l⁻0 t⁻1 ഈക്വൽ ടു m⁻A. എല്ലിൻ്റെ പവറുകൾ രണ്ടെണ്ണമായിട്ടുണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും കൂടി മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? l⁻B+C ഇൻറ്റു t⁻2C. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ ഒരേപോലെ വന്നിരിക്കുന്ന ടേമുകളുടെ പവറുകളൊക്കെ ക്ലബ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി എമ്മുകൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും M ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ L ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ L ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ T ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ T ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിങ്ങനെ ഈക്വൽ ടു എന്ന് പറഞ്ഞല്ലേ എഴുതിയേക്കണം. ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും അവരുടെ പവറുകൾ ഈക്വൽ ആയിരിക്കണം വേണ്ടേ? അപ്പോൾ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് M, L ആൻഡ് T, ഇവരുടെ പവറുകൾ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് M, L ആൻഡ് T. ആദ്യം നമുക്ക് എയുടെ പവറുകൾ, എമ്മിൻ്റെ പവറുകളെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എമ്മിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? A എന്നാണ്. അപ്പോൾ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് M നമുക്ക് എന്ത് കിട്ടും? A = 0 എന്ന് കിട്ടും. A = 0. ഓക്കെ അല്ലേ? ദെൻ പവേഴ്സ് ഓഫ് L നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ?
ബി പ്ലസ് സി എന്നാണ്. അപ്പോൾ ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിൽ നിന്ന് ബി ഈക്വൽ ടു എന്ത് എഴുതാം? മൈനസ് സി എന്ന് എഴുതാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള മൈനസ് സി അവിടെ എടുക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ടീയുടെ പവർ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ടീയുടെ പവർ റൈറ്റ് ഹാൻഡ് സൈഡിൽ -2c എന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 എന്നാണ്. അപ്പോൾ -2c ഈക്വൽ ടു 1 എന്ന് വരും. അതിന് സി ഈക്വൽ ടു -1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ബി ഈക്വൽ ടു മൈനസ് സി എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു -1/2 എന്ന് വരും. സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് വരും? 1/2 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി 0 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ 1/2 കിട്ടി, സിയുടെ വാല്യൂ -1/2 കിട്ടി. ഓക്കെ, എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1/2, സിയുടെ വാല്യൂ -1/2. ഓക്കെ അല്ലേ? ഈ 3 ആളുകളുടെയും വാല്യൂസ്, ആരുടെ? എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 പറഞ്ഞാൽ എഴുതി വെച്ച് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഞാനിപ്പോൾ ആ സ്ലൈഡിലേക്ക് പോകുന്നില്ല. എന്തായിരുന്നു ഇക്വേഷൻ? ഓർമ്മയുണ്ട്. എന്താണ് ഇക്വേഷൻ? ടി ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി ജി റേസ് ടു സി. അപ്പോൾ അവിടെ എയുടെയും ബിയുടെയും സിയുടെയും പ്ലേസിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടി ഈക്വൽ ടു കെ ഇൻറ്റു എമ്മിൻ്റെ പവറിൽ എ ആണ്, അതിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? 0 ആണ്. എല്ലിൻ്റെ പവറിൽ ബി ആണ്, പക്ഷേ അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ എം ടി ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 0 എൽ റേസ് ടു 1/2 ജി റേസ് ടു -1/2. ഓക്കെ, ജി റേസ് ടു -1/2. നമുക്ക് ഈ ജി റേസ് ടു -1/2 എന്നുള്ളത് അതിൻ്റെ പവർ മൈനസ് ആയതുകൊണ്ട് അതിന് നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് താഴേക്ക് എഴുതാം. പിന്നെ എമ്മിൻ്റെ പവർ എത്ര? 0 ആണ്. ഏതൊരു നമ്പറിൻ്റെ പവറിലും 0 എന്ന് കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ എം റേസ് ടു 0 എന്നുള്ളത് എന്തായിട്ട് പോയി? 1 ആയിട്ട് പോയി. ബാക്കി ടി ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ജി റേസ് ടു 1/2. ജി റേസ് ടു 1/2 എങ്ങനെ ഡിവിഷനിലേക്ക് വന്നതെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം -1/2 എന്നായിരുന്നു, അതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് എഴുതി. സോ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും പവർ 1/2 ആയതുകൊണ്ട് എൽ റേസ് ടു 1/2 ഡിവൈഡ് ബൈ ജി റേസ് ടു 1/2 എന്നാണ്. രണ്ടെണ്ണത്തിൻ്റെയും പവർ നമുക്ക് 1/2 ആയതുകൊണ്ട് നമുക്ക് ഓൾ റേസ് ടു 1/2 എന്നിടാം. അതുകൊണ്ട് ടി ഈക്വൽ ടു കെ ഇൻറ്റു എൽ ബൈ ജി ഓൾ റേസ് ടു 1/2. ഓക്കെ, ഒരു നമ്പറിൻ്റെ പവറിൽ 1/2 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റൂട്ട് ഓഫ് എന്നാണ്. റൂട്ട് ഓഫ്. ഓക്കെ, ഒരു നമ്പറിൻ്റെ പവറിൽ 1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം റൂട്ട് ഓഫ് എന്നാണ്. അപ്പോൾ എൽ ബൈ ജി ഓൾ റേസ് ടു 1/2 എന്ന് വെച്ചാൽ അർത്ഥം റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ത് വരും? സൈഡിൽ എഴുതിയിട്ടുണ്ട്. ടൈം പീരീഡിൻ്റെ വാല്യൂ എന്ത് വരും? ടൈം പീരീഡ് ടി ഈക്വൽ ടു കെ റൂട്ട് ഓഫ് കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കെയുടെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ശരിക്കും കെയുടെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ 2π എന്നാണ്. കെയുടെ വാല്യൂ ശരിക്കും ഈ ഒരു ഇക്വേഷനിൽ 2π എന്നാണ്. അത് പക്ഷേ ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് അങ്ങനെ തന്നിട്ടില്ല. അപ്പോൾ ടി ഈക്വൽ ടു കെയുടെ പ്ലേസിൽ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എന്ത് വരും? എൽ ബൈ ജി എന്ന് വരും. ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. പക്ഷേ അത് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ്. ഇനി നമുക്കിതുപോലെ പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും പറയുന്നുള്ളൂ. അപ്പോൾ എനിവേ താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ നമ്പറിൽ വിളിക്കുക. നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സിൽ കേൾക്കാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണത്. ഇനി ഇതിനും വലിയ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.